കേരള ബുക്ക് ഓഫ് റെക്കോർഡ് ടാലന്റ് ഐക്കൺ ഹോൾഡർ പുരസ്കാരം ബാബു കോട്ടപ്പാറയ്ക്ക്. കഴിഞ്ഞ 11 വർഷമായി വടംവലി എന്ന കായിക മേഖലയിലൂടെ കേരളത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് ബാബു കോട്ടപ്പാറയെ ടാലന്റ് ഐക്കൺ ഹോൾഡർ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. കേരള ബുക്ക് ഓഫ് റെക്കോർഡ് ടാലന്റ് ഐക്കൺ ഹോൾഡർ പുരസ്കാരം ബാബു കോട്ടപ്പാറയും വാർത്തകൾ വായിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരത്തിനായി കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയായ വേദിക എം.ജിയും തെരഞ്ഞെടുക്കപ്പെട്ടു. അച്ചുതണ്ട് പുതിയ ശാക്തിക സമവാക്യങ്ങൾ രചിച്ച് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ മക്കയിൽ ചരിത്രപരമായ ത്രിരാഷ്ട്ര പ്രതിരോധ കരാർ ഒപ്പുവെച്ചു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവർ പങ്കെടുത്ത ഉച്ചകോടിയിലാണ് പരസ്പര സുരക്ഷാ കരാർ നിലവിൽ വന്നത്. ആലുവ അങ്കമാലിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ അംഗീകാരപത്രവും ഉപഹാരങ്ങളും ഇരുവരും ഏറ്റുവാങ്ങി. വേദിക എം.ജി മേലാങ്കോട്ട് A.C. കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിലെ പഠനകാലത്ത് 2021 ജൂൺ 19 വായനാദിനത്തിലാണ് ക്ലാസുകളിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലുമായി വാർത്തകൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ തുടങ്ങിയത്. രാവിലെ വീട്ടിലെത്തുന്ന വിവിധ മലയാള പത്രങ്ങളിൽ നിന്നും പ്രധാന സംഭവങ്ങൾ ശേഖരിക്കുകയും അവ വായിച്ച് റെക്കോർഡ് ചെയ്ത ശേഷം നാട്ടിലും മറുനാട്ടിലുമുള്ള വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. 2015 കേരള ടീമിന്റെ ഭാഗമായി മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് സീനിയർ വടംവലി മത്സരത്തിൽ വെങ്കലം നേടിയ കേരള ടീം അംഗമായിരുന്നു ബാബു കോട്ടപ്പാറ. 2015 കേരള ടീമിന്റെ ഭാഗമായി മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് സീനിയർ വടംവലി മത്സരത്തിൽ വെങ്കലം നേടിയ കേരള ടീം അംഗമായിരുന്നു ബാബു കോട്ടപ്പാറ. 13ഓളം നാഷണൽ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിലൂടെയും കേരളത്തിനും കണ്ണൂർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് നിരവധി മെഡലുകൾ നേടിക്കൊടുത്തിട്ടുണ്ട്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സെക്രട്ടറി കൂടിയാണ് ബാബു കോട്ടപ്പാറ. 2021 മുതൽ ജന്മഭൂമി പത്രത്തിന്റെ കാഞ്ഞങ്ങാട് ബ്യൂറോ റിപ്പോർട്ടറായി പ്രവർത്തിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.